പവിത്ര ദൈവം വേറെ ആരുള്ളൂ? പാവന ദൈവം വേറെ ആരുള്ളൂ? അതിർച്ച ദൈവം ആരുള്ളൂ? അതിശയ ദൈവം ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. പരനോട് തുല്യൻ വേറെ ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. പരനോട് തുല്യൻ വേറെ ആരുള്ളൂ? പവിത്ര ദൈവം വേറെ ആരുള്ളൂ? പാവന ദൈവം വേറെ ആരുള്ളൂ? അതിർച്ച ദൈവം ആരുള്ളൂ? അതിശയ ദൈവം ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. പരനോട് തുല്യൻ വേറെ ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. പരനോട് തുല്യൻ വേറെ ആരുള്ളൂ? ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്കു യോഗ്യൻ, ഭൂസ്വർഗങ്ങളിൽ വേറെ ആരുള്ളൂ? ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്ക് യോഗ്യൻ, ഭൂസ്വർഗങ്ങളിൽ വേറെ ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. ഏകനാഥൻ യേശുരാജൻ മാത്രം. പവിത്ര ദൈവം വേറെ ആരുള്ളൂ? പാവന ദൈവം വേറെ ആരുള്ളൂ? അതിർച്ച ദൈവം ആരുള്ളൂ? അതിശയ ദൈവം ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. പരനോട് തുല്യൻ വേറെ ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. പരനോട് തുല്യൻ വേറെ ആരുള്ളൂ? ആകാശത്തിൻ കീഴിൽ ഭൂമിക്കും മീതെ രക്ഷ പ്രാപിപ്പാൻ വേറെ ആരുള്ളൂ? ആകാശത്തിൻ കീഴിൽ ഭൂമിക്കും മീതെ രക്ഷ പ്രാപിപ്പാൻ വേറെ ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. ഏകനാഥൻ യേശുരാജൻ മാത്രം. പവിത്ര ദൈവം വേറെ ആരുള്ളൂ? പാവന ദൈവം വേറെ ആരുള്ളൂ? അതിർച്ച ദൈവം ആരുള്ളൂ? അതിശയ ദൈവം ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. പരനോട് തുല്യൻ വേറെ ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. പരനോട് തുല്യൻ വേറെ ആരുള്ളൂ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിസ്നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അനുദിന വചനം, ഫിയർ യു നോട്ട്, ഫോർ ഐ ആം വിത്ത് യു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാരമായ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ ആത്മാവൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ, പഠിപ്പിക്കണമേ. ആമേൻ. ഫിയർ യു നോട്ട്, ഫോർ ഐ ആം വിത്ത് യു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 10 തിരുവചനം. ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 41 വേഴ്സ് 10. Fear you not, for I am with you. Be not dismayed, for I am your God. I will strengthen you. I will help you. I will uphold you with the right hand of my righteousness. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. സഹോദരങ്ങളെ, ജീവിതം ഒരു നീണ്ട യാത്രയാണ്. ഈ യാത്രയിൽ പല വഴികളിൽ കൂടി നാം സഞ്ചരിക്കേണ്ടി വരും.
എല്ലാ വഴികളും സുഗമമായിരിക്കണം എന്നില്ലല്ലോ, ഇല്ലേ? കല്ലും മുള്ളുകളും നിറഞ്ഞ പാതകൾ ഉണ്ടാകാം. മുൻപോട്ട് പോകുവാൻ കഴിയാത്ത കൂരിൽ താഴ്വരകളും കണ്ടേക്കാം. ഇവയൊക്കെയും കാണുമ്പോൾ ഭയപ്പെടരുത്. സത്യവചനം എപ്പോഴും നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് ഭയപ്പെടരുത് എന്നാണ്. 365 പ്രാവശ്യം തിരുവചനത്തിൽ അപ്രകാരം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ ബലമുള്ള കരം എന്നും താങ്ങായി കൂടെ ഉള്ളതിനാൽ നാം ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടാനില്ല. ഭയപ്പെടുത്തുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടി വരാം. എന്നാൽ പിന്മാറിപ്പോകരുത്. പ്രത്യാശയില്ലാത്ത വാക്കുകൾ പറയരുത്. നാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മുറുകെ പിടിച്ച് മുന്നേറണം. ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്ത നാടാണ് കാനാൻ ദേശം. അത് വിശ്വാസത്താൽ പ്രാപിക്കേണ്ട ഒന്നാണ്. കാനാൻ ദേശം ഒറ്റുനോക്കുന്നതിനായി ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരെ വീതം 12 പേരെ അയക്കുന്നു. അവർ 40 ദിവസം കൊണ്ട് ദേശം ഉറ്റുനോക്കി മടങ്ങി വന്നു. അതിൽ 10 പേർ ഇങ്ങനെ പറഞ്ഞു. സംഖ്യാപുസ്തകം 13:28-29. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയുമാകുന്നു. ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമലേക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യെബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദി തീരത്തും പാർക്കുന്നു. ആ ദേശം പിടിച്ചെടുക്കുവാൻ കഴിയുകയില്ല എന്ന് 10 പേർ ദുർവർത്തമാനം പറഞ്ഞു. ഭയത്താൽ അവർ ദൈവത്തിൻ്റെയും വാഗ്ദത്തങ്ങൾ മറന്നു. എന്നാൽ 2 പേർ കാലേബും യോശുവയും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പരിപൂർണമായി വിശ്വസിച്ചു. കാലേബ് അവരെ ശാസിച്ചു. സംഖ്യാപുസ്തകം 13:30. എന്നാൽ കാലേബ് മോശയുടെ മുൻപാകെ ജനത്തെ അമർത്തി, നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഇതേപോലുള്ള കാലേബുമാരെയാണ് നമുക്ക് ആവശ്യം, അല്ലാതെ പേടിത്തൊണ്ണന്മാരെ അല്ല. ആ വിശ്വാസത്താൽ കാനാൻ നാട് സ്വന്തമാക്കുവാൻ അവർക്ക് കഴിഞ്ഞു. നാം ഭയപ്പെടുകയാണെങ്കിൽ ഭയപ്പെടുന്നതാണ് സംഭവിക്കുക. യോബിന്റെ പുസ്തകം 3:25 ആത്മാവാൻ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. ഹല്ലേലൂയ. ബി പോസിറ്റീവ് ഓൾവേസ്. എപ്പോഴും പ്രത്യാശയുള്ളവരായിട്ട് വേണം സംസാരിക്കാൻ. സദൃശവാക്യങ്ങൾ 29-25 വളരെ സുപരിചിതമായ ഒരു തിരുവചനമാണ്. പലരും കേൾക്കുന്നതാണ്, എങ്കിലും പലരും ഈ ഒരു ബന്ധനത്തിലാണ്. മനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും. യേശുവിൻ്റെ നാമത്തിൽ പല മക്കളും ഈ ഒരു വചനത്തിൻ്റെ കീഴിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനം അഴിഞ്ഞു മാറട്ടെ. ബി ഫ്രീ ഇൻ ദ ലോർഡ്. കർത്താവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. നാം ഉച്ചത്തിൽ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ അത്ഭുതങ്ങൾ ദർശിക്കും. എത്രയോ തവണയാണ് ദൈവം ഭയപ്പെടരുത് എന്ന് പറയുന്നത്. യെശയ്യാ 41:14-15 തിരുവചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിക്കുകയും പൊടിക്കുകയും കുന്നുകളെ പതിർപോലെ ആക്കുകയും ചെയ്യും. പറയുന്നത് സകലത്തിൻ്റെ ഉറവിടമായ ദൈവമാണെന്ന് ഓർത്തോളണം. 2 തിമോത്തിയോസ് 1:7 വചനം ഇങ്ങനെ പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ചേർന്ന് എന്നോട് ഒരു ആമേൻ പറയാം. ആമേൻ. ഹല്ലേലൂയ. പേടിത്തൊണ്ണന്മാരെ കർത്താവിന് വേണ്ട. അവർ സ്വർഗരാജ്യം കൈവശമാക്കില്ല. നാം ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ്. സംശയമുണ്ടോ? തെളിവ് 1 യോഹന്നാൻ 3:1. കാൺമിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. സഹോദരങ്ങളെ, ഈ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവ് നമ്മുടെ പിതാവാകുമ്പോൾ നാം ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നാം സർവശക്തന്റെ ചിറയിൻ കീഴിലാണ്. നാം മക്കളായതുകൊണ്ട് ദാസന്മാരല്ല. റോമാലേഖനം 8:14-15. ദൈവാത്മാവും നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു.
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഹല്ലേലൂയ! നാം സ്വർഗസ്ഥനായ പിതാവിന്റെ മക്കളാണ്. ആ ബോധ്യം എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതിനാൽ പ്രതികൂലങ്ങൾ തളരരുത്, ഭയപ്പെടരുത്. ദൈവത്തിന്റെ കൃപാസനം നമുക്കായി തുറന്നിട്ടിരിക്കുന്നു. ആ കൃപാസനത്തിലേക്ക് അപ്പാ എന്ന് വിളിച്ച് എപ്പോൾ വേണമെങ്കിലും കയറി ചെന്ന് കരുണയും കൃപയും പ്രാപിക്കാം. ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ഭയപ്പെടാതെ മുന്നോട്ട് കുതിക്കാം. വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എബ്രായർ 4:16, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ആമേൻ. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. സ്നേഹവാനായ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥനയെ എപ്പോഴും പുത്രം വഴി കേട്ട് ഉത്തരം തരുന്നതിനായി നന്ദി പറയുന്നു. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അന്യോന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളോട് അനേകർ അനുഗ്രഹം പ്രാപിക്കുവാൻ അപ്പാ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കാലഘട്ടത്തിൻ്റെതായ സകല ദുഷ്ടശക്തിയും തിരിച്ചറിയുവാനുമുള്ള പരിജ്ഞാനം മക്കൾക്ക് നൽകണമേ. ലോകം ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ കെണികളിലും മക്കൾ കുടുങ്ങിപ്പോകാതെ വിവേചിച്ചുകൊണ്ട് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ വർഗമായി തന്നെ വേറിട്ടു നിൽക്കുവാൻ മക്കളെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നുവെങ്കിലും അകമേയുള്ള മനുഷ്യനെ വചനത്താൽ പുഷ്ടിപ്പെടുത്തി ധൈര്യം കൊടുക്കുന്നതിനായി നന്ദി പറയുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം മക്കളുടെ മേൽ വയ്ക്കണമേ. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ രോഗികളായിട്ടുള്ള ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യവും വിടുതലും തന്നതിനായി നന്ദി പറയുന്നപ്പാ. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണമേ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയും ഉക്രൈനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവേ, ലോകത്തിൻ്റെ നാനാഭാഗത്തും നിന്റെ നാമത്തെ പ്രതി പീഡനങ്ങൾ സഹിക്കുന്ന മക്കളുണ്ട്. അവരെ എല്ലാം ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ധൈര്യത്തിൻ്റെ ആത്മാവിനെ മക്കളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ, പ്രത്യേകിച്ച് അവരുടെ ജോലികളിൽ, അവരുടെ ബിസിനസ്സുകളിൽ, അവരുടെ പ്രവർത്തന മേഖലകളിൽ സധൈര്യം മുന്നോട്ട് നീങ്ങുവാൻ മക്കളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന മക്കളുണ്ട് കർത്താവേ. ജോലിക്കായി ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് കർത്താവേ. നന്മയുടെ വാതിലുകൾ മക്കൾക്കായി തുറന്നിരിക്കാൻ സ്തോത്രം. അടഞ്ഞ വാതിലുകൾ അവിടുന്ന് തുറന്നതിനായി സ്തോത്രം. കുടുംബത്തോടെ മക്കളെ മാനിക്കുന്നതിനായി സ്തോത്രം. സ്വർഗത്തിൻ്റെ സംരക്ഷണം മക്കൾക്ക് കൊടുക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കുക. സ്തോത്രം അപ്പാ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കല്ലറയെ ഭേദിച്ചും മൂന്നാം നാളുയർത്തും ജയാളിയാം ദൈവം വേറെ ആരുള്ളോ? കല്ലറയെ ഭേദിച്ചും മൂന്നാം നാളുയർത്തും ജയാളിയാം ദൈവം വേറെ ആരുള്ളോ? ഏകനാഥൻ യേശുരാജൻ മാത്രം. ഏകനാഥൻ യേശുരാജൻ മാത്രം. പവിത്ര ദൈവം വേറെ ആരുള്ളൂ? പാവന ദൈവം വേറെ ആരുള്ളൂ? അദൃശ്യ ദൈവം ആരുള്ളൂ? അതിശയ ദൈവം ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. പരനോട് തുല്യൻ വേറെ ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം.
പരനോടു തുല്യൻ വേറെ ആരുള്ളൂ? പവിത്ര ദൈവം വേറെ ആരുള്ളൂ? പാവന ദൈവം വേറെ ആരുള്ളൂ? അതിശയ ദൈവം ആരുള്ളൂ? അതിശയ ദൈവം ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. പരനോടു തുല്യൻ വേറെ ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. പരനോടു തുല്യൻ വേറെ ആരുള്ളൂ? ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്കു യോഗ്യൻ ഭൂസ്വർഗങ്ങളിൽ വേറെ ആരുള്ളൂ? ആരാധനയ്ക്ക് യോഗ്യൻ, സ്തുതികൾക്കു യോഗ്യൻ ഭൂസ്വർഗങ്ങളിൽ വേറെ ആരുള്ളൂ? ഏകനാഥൻ യേശുരാജൻ മാത്രം. ഏകനാഥൻ യേശുരാജൻ മാത്രം. ഏകനാഥൻ യേശുരാജൻ മാത്രം. ഏകനാഥൻ യേശുരാജൻ മാത്രം.